അവരുണ്ടല്ലോ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യത്തില്ല, അവരെ തന്നെ കമ്പയർ ചെയ്ത് അവരുടെ ഒരു ബെറ്റർ വേർഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എല്ലാവരും സെൽഫ് എസ്റ്റീമിന്റെ കാര്യം മറക്കരുത് കേട്ടോ. അത് സെൽഫിഷ്നെസ്സും അല്ല, കുശുമ്പും അല്ല, പൈശന്യവും അല്ല, ഒന്നുമല്ല. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് ഇച്ചിരി ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുകയാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞെന്നാൽ ആത്മാഭിമാനം എന്നാണ് അതിന്റെ മലയാളത്തിലെ മീനിങ്. ഈ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാര് അവർ ചെയ്യുന്ന കാര്യങ്ങളിലോ ഒരു കോൺഫിഡൻസും പോസിറ്റിവിറ്റി എല്ലാം ഉണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞെന്നാൽ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾക്ക് അയാളുടെ സ്വന്തം കഴിവുകളെ കുറിച്ചും തന്റെ മൂല്യത്തെക്കുറിച്ചും ഒരു ആന്തരികമായ ബോധം ഉണ്ടായിരിക്കും. ഈ സെൽഫ് എസ്റ്റീം ഉള്ളവരുണ്ടല്ലോ ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിരിക്കും. അവരുണ്ടല്ലോ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യത്തില്ല, അവരെ തന്നെ കമ്പയർ ചെയ്ത് അവരുടെ ഒരു ബെറ്റർ വേർഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയുള്ളവർക്ക് സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്കൊന്നും ചലഞ്ചസ് ഒന്നും എടുക്കാനായിട്ട് ഒരു വിഷമവും ഇല്ല, നല്ല ധൈര്യമുള്ളവരായിരിക്കും. ഇവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് നല്ലവണ്ണം സാധിക്കും. ഇവർക്കാണെങ്കിൽ സമൂഹത്തിൽ അംഗീകാരവും ലഭിക്കും. പിന്നെ ഒരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ വിജയത്തെയും അവരുടെ ഫെയിലിയറിനെയും അംഗീകരിക്കും. എല്ലാവർക്കും ഫെയിലിയർ ഉണ്ടാകും, മുഴുവനും സക്സസ് ആയിട്ടുള്ള ആരുടെ ജീവിതവും. അങ്ങനെ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്തും അവർക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയും, അല്ലെ അതിൽ നിന്ന് പഠിച്ച് അവരെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആക്കാനായിട്ട് ശ്രമിക്കും. കൂടാതെ തന്നെ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നാണെന്നറിയാമോ, ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും വിമർശനങ്ങൾ കിട്ടിയെന്നാൽ അവരതിനെ പോസിറ്റീവായിട്ട് എടുക്കും. മനസ്സിലായോ? തുറന്ന മനസ്സോടെ അത് സ്വീകരിക്കാനുള്ള മനസാന്നിധ്യം അവർക്കുണ്ടാകും. ഇങ്ങനെയുള്ളവരുണ്ടല്ലോ മറ്റുള്ളവരെ ആണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യും, പക്ഷെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിരിക്കും കൊടുക്കുക. സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാർ നമ്മളൊക്കെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം എത്ര പേരാണ് ഓരോ വീഡിയോയ്ക്ക് താഴെ, എൻ്റെ തന്നെ വേണമെന്നില്ല കേട്ടോ, ആരുടെയൊക്കെ വീഡിയോയുടെ താഴെയിൽ എന്തോ ഒരു വൃത്തികെട്ട രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊക്കെ സെൽഫ് എസ്റ്റീം വളരെ ലോ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രവർത്തിക്കുന്നത്. സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളാണെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യണം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കൊടുക്കുകയാണ് വേണ്ടിയത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കുണ്ടല്ലോ മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ, ഇപ്പൊ നല്ലൊരു കാര്യം കണ്ടു, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ നല്ല സുന്ദരിയാണ്, അപ്പൊ അയ്യോ ഇയാളെ കണ്ട ഭയങ്കര സുന്ദരിയാണല്ലോ, അല്ലെങ്കിൽ അവരുടെ ഒരു വിജയം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണും. എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതും മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിവുള്ളവരുമായ ഒരു മനസ്ഥിതിയാണ് ഇങ്ങനെയുള്ളവർക്കുള്ളത്. ഹൈ എസ്റ്റീം. ലോ എസ്റ്റീം ഉള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമുക്ക് നോക്കാം. അവർക്ക് കഴിവുകളെല്ലാം ഉണ്ട്, പക്ഷെ അവരുടെ കഴിവുകളിലൊന്നും അവർക്കൊരു വിശ്വാസവും ഇല്ല. എന്നെ എടുത്താലും നെഗറ്റീവ് തോട്ടായിരിക്കും, എല്ലാത്തിനും ഒരു പേടിയും ഭയവും. അപ്പൊ തന്റെ കുറവുകളെ എല്ലാം മൂടി വെക്കാൻ വേണ്ടി അവരുണ്ടല്ലോ കുറച്ച് അഹങ്കാരമൊക്കെ എടുത്ത് പ്രദർശിപ്പിച്ചേക്കാം. പിന്നെ അവർക്കുണ്ട് എല്ലാം അറിയാവുന്നുള്ള ഒരു ധാരണ അവർക്ക് കാണും. കാരണം സെൽഫ് എസ്റ്റീം ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല. അവരെ മറ്റുള്ളവർ അംഗീകരിക്കും, മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇയാൾക്ക് എന്തോ അറിയാവുന്നുള്ളത് അറിയാം. അല്ലെങ്കിൽ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾക്ക് പറയും, അയ്യോ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്, എൻ്റെ അറിവുകളൊന്നും ഒരിടത്തും നിൽക്കുന്നില്ല, ഞാൻ ഈവൻ എല്ലാവരിൽ നിന്നും ഇനി എന്ത് പഠിക്കാം എന്നുള്ള ഒരു ജിജ്ഞാസയോടെയാണ് അങ്ങനെയുള്ളവർ സമൂഹത്തിൽ ഇടപെടുക. വാസ്തവം പറഞ്ഞാൽ ഈ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളുമായിട്ട് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം ചെയ്യാൻ അവർക്കൊരു പേടിയാണ്, ഒന്നും ചെയ്യത്തില്ല, പക്ഷെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യമാണ് വരുന്നത്. കാരണം ഇവരെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇഷ്ടമില്ല, എന്നാ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കൊടുത്താലും എടുക്കത്തില്ല. ഭയങ്കര ദേഷ്യമായിട്ടേ അവര് അതിനെ സ്വീകരിക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, തങ്ങളുടെ അയ്യോ എനിക്ക് അപ്പടി ലേസിയാണ്, എനിക്ക് അപ്പടി മടിയാണ്, അല്ലെ എന്നെ കൊണ്ട് ഒട്ടും കഴിവില്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ ഒന്നിനും കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര മടിയാണ്. കാരണം മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്റെ സൗന്ദര്യം കുറഞ്ഞു പോയെന്ന് തോന്നുമോ എന്നുള്ള ഒരു വേവലാതിയിൽ, അല്ലെങ്കിൽ ഒരു അപകർഷതാ ബോധം ചുമ്മാതെ അങ്ങ് ഉണ്ടാവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സുന്ദരനും സുന്ദരിയുമാണ്. കാരണം ഈ പുറമേ കാണുന്ന സ്കിൻ കളറോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ഒന്നുമല്ല, അതിനൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട്, നല്ലതല്ലെന്നല്ല പറയുന്നത്. എങ്കിലും നമ്മുടെ പെരുമാറ്റവും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നത് എങ്ങനെയായിരിക്കുമോ അതുപോലെയൊക്കെ ഇരിക്കും നമ്മുടെ സൗന്ദര്യവും. ഇവര് എല്ലാത്തിൽ നിന്നും ഉൾവലിയും, എന്നാൽ മറ്റുള്ളവർക്കുള്ള വിജയത്തിലെല്ലാം ഭയങ്കര കുശുമ്പുമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലോ സെൽഫ് എസ്റ്റീം ആണെന്ന് പറഞ്ഞെന്നാലുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ്ലി അഫക്റ്റ് ചെയ്യും. ഈവൻ പഠിത്തത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും
മനസ്സിലായോ? അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം. പ്രായമായി അല്ലെ എനിക്കൊന്നും ചെയ്യാൻ മേല എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നമ്മൾ കുറച്ച് കാണരുത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ ഒത്തിരി പേര് നേഴ്സസ് ഉണ്ടെന്നറിയാം. ഒരു സ്ട്രോക്ക് വന്നൊരു പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കെയർ, നമ്മൾ കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാനല്ലേ ഇഷ്ടം. ഡ്രസ്സ് ചെയ്യാനായിട്ടും എല്ലാം നമുക്ക് തന്നെ ചെയ്യാനല്ലേ ഇഷ്ടം. അപ്പോൾ സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിന് തന്നെത്താനെ ഒരു ബാത്ത് എടുക്കാനൊക്കെ ഭയങ്കര വിഷമമുള്ള റൈറ്റ് ഹാൻഡ് ചിലപ്പോൾ വീക്ക്നെസ് ആയി പോയെന്നിരിക്കാം. അപ്പൊ അങ്ങനെ മേലെന്ന് വന്നു കഴിയുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം, അയ്യോ എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ലേ, ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ഇനിയിപ്പോൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണ്ടേ, ഓരോന്നിനും ഞാൻ കോളൈറ്റ് ഇടണ്ടേ, ഇങ്ങനെയെല്ലാം ഓർത്തിട്ട് അവരുടെ സെൽഫ് എസ്റ്റീം അങ്ങ് താണു പോവുകയാണ്. അപ്പൊ അങ്ങനെ താണു പോകുമ്പോൾ അവർക്ക് റിക്കവർ ചെയ്യാനായിട്ടും വിഷമമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? ഒരു നേഴ്സിംഗ് പെർസ്പെക്റ്റീവ് വന്നിട്ട് നമ്മളൊരു വാഷ് ബേസിനിൽ വെള്ളം എടുത്തൊരു വാഷ് ക്ലോത്ത് കൊടുത്ത സോപ്പ് ഇരട്ടിയിട്ട് പറയും, ആ അമ്മച്ചി അല്ലെ അച്ചായ വേണ്ട ഈ കയ്യിൽ മേലാത്ത കൈ വെച്ചിട്ട് ഒന്ന് തുടച്ചേ എന്ന് പറയും. വാസം പറയാം, നമുക്ക് അങ്ങോട്ട് പോയി ഒരു ബാത്ത് കൊടുത്തിട്ട് വരാനായിട്ട് നല്ല ഈസിയാണ്, 4 സമയം ആകത്തില്ല. പക്ഷെ നമ്മൾ എന്താണെന്നറിയാമോ, ഒരു വാഷ് ക്ലോത്ത് കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മുഖം ഒന്ന് തുടയ്ക്കാമെന്ന് നോക്കിയെന്ന് പറയും. അപ്പോൾ ആ പേഷ്യന്റിന് ആ മുഖം ഒന്ന് തുടയ്ക്കാനായി അവിടെ എവിടെയൊക്കെ ഒന്ന് തൊടാനേ പറ്റുള്ളായിരിക്കും. എങ്കിലും ആ ആൾക്ക് ശരിക്കും അയ്യോ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റി, ശരി വലത്ത് കൈ പൊങ്ങുവല്ലേ ഇടത്ത് കൈ പിടിച്ചാണേലും ഒന്ന് ചെയ്തു കഴിഞ്ഞ് നോക്കിയെന്നാൽ അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ഒന്ന് ഉയർത്താനായിട്ട് സാധിക്കും. നമുക്ക് മനസ്സിലായോ? നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആ പേഷ്യന്റ് എന്തോ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഒക്കെ പോയിട്ട് അവരെ അങ്ങോട്ട് കുളിപ്പിച്ച് അങ്ങോട്ട് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഈസി എന്ന് പറയും. പക്ഷെ അതല്ല നമ്മൾ റീഹാബിലൊക്കെ ചെയ്യേണ്ടത്. പേഷ്യൻസിനെ കൊണ്ട് അവർക്ക് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കണം. അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, നമുക്കതിനൊരു വില്ലിങ്നെസ് വേണം മനസ്സിൽ. എൻ്റെ സെൽഫ് എസ്റ്റീം, എനിക്ക് ചെയ്യാവുന്നത് ചെയ്യണം. രോഗം വന്നെന്നും പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്കെല്ലാം അങ്ങ് ഡ്രെയിൻ ആയി പോയെന്നല്ലേ പറയുന്നത്. പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറപ്പി കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെയും നേഴ്സസിന്റെയും തെറപ്പിസ്റ്റുകളുടെയും എല്ലാം അഡ്വൈസ് പ്രകാരം അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പയ്യെ മുഖം ഒന്ന് തുടച്ചെന്നിരിക്കും, അങ്ങനെ 4-5 പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ആ കൈക്കൊക്കെ ഒരു ആ സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ആ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ സെൽഫ് എസ്റ്റീം ആണ് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിക്കവറിക്കും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അന്നേരം ഒരു പോസിറ്റിവിറ്റി കിട്ടുകയാണ്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട്, നമുക്ക് നെഗറ്റീവ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലേ എന്നുള്ളതല്ല, ഞാൻ ട്രൈ ചെയ്യട്ടെ, എനിക്കൊരു രോഗം വന്നു, അതാരുടെയും കുറ്റമല്ല, അങ്ങനെ രോഗം വന്നു, ഞാൻ ഇതിനകത്തുനിന്ന് എന്തുമാത്രം രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ള ആ ചിന്തയോടെ, ഞാൻ റിക്കവർ ആകും എന്നുള്ള ഒരു ചിന്തയോടെ, അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം ആവട്ടെ എന്ന് വിചാരിക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതാണ് പോസിറ്റിവിറ്റി. ആ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കൂടി വേണം നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട്. അപ്പം നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ഉയർത്താനായിട്ട് സാധിക്കും. നിങ്ങളായിട്ട് തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് ആരോടും കോമ്പറ്റീഷൻ വേണ്ടെന്നുള്ള ഒരു രീതിയിൽ ജീവിച്ച് നമ്മളോട് തന്നെ ആയിരിക്കണം കോമ്പറ്റീഷൻ. എനിക്ക് ഇന്ന് ഇത്രയും സാധിച്ചു, എന്നെക്കൊണ്ട് ഇതിനേക്കാളും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്തയോടെ നമ്മൾ അതിന് വേണ്ടത് എന്താണെന്ന് ചെയ്ത് നല്ലൊരു ഗോളോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അത് ഉയർത്താനായിട്ട് സാധിക്കും. പിന്നെ ഏത് കാര്യത്തിനും നമുക്ക് ഇച്ചിരി കറേജ് വേണം. ഒരുപാട് നേഴ്സസ് ഉണ്ട്, അവർക്കൊക്കെ പേടിയാണ്. ഒരു യൂണിറ്റ് മാനേജറിന്റെ അല്ലെ നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ജോലി എടുക്കാനായിട്ടൊക്കെ പേടിയുള്ളവരുണ്ട്. അങ്ങനെയൊന്നും പേടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ജോലി നല്ലവണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ, പേഷ്യന്റ് സെന്റേഡ് കെയർ ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൊസിഷൻ ധൈര്യമായിട്ട് എടുക്കാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ പ്രവൃത്തികളെല്ലാം ഇന്റഗ്രിറ്റി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, റെസ്പോൺസിബിലിറ്റി വേണം. ഇതെല്ലാം ഉള്ള ഒരു നേഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കറേജ് വരുത്തുള്ളൂ, നമുക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുകയല്ല വേണ്ടിയത്, നമ്മളെ തന്നെ വേണം കമ്പയർ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൽഫ് അനാലിസിസ് നടത്തിയിട്ട് നമ്മളെന്താണ് ചെയ്യുന്നത്, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ആകാമെന്ന് വിചാരിക്കണം. മറ്റുള്ളവർക്ക് ഇപ്പോൾ എന്തെങ്കിലും കാണും, അതിൽ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അയൽവക്കംകാരൻ ഒരു ബെൻസ് കാർ ഉണ്ടെന്നിരിക്കും, നിങ്ങൾക്കൊരു സൈക്കിൾ മാത്രമേ ഉള്ളായിരിക്കാം. നിങ്ങൾക്ക് ആ ബെൻസ് കാർ വാങ്ങാനും മാത്രം കാശില്ലാത്തടത്തോളം കാലം നമ്മൾ അസൂയപ്പെട്ടിട്ട് വലിയ കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് ഇഗ്നോർ ചെയ്യുക. അവർക്കതുള്ളതുകൊണ്ട് അവരതിൽ നടക്കുന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളേലും ഉണ്ടല്ലോ, ഒന്ന് ചവിട്ടി കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം ഉണ്ടാകാനായിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് കറേജിയസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ നമുക്കും അതുപോലെ ഒരു ബെൻസ് കാർ വാങ്ങിക്കാവുന്നേ.
അല്ലെങ്കിൽ നമുക്കുള്ളതെല്ലാം വിറ്റിട്ട് അവനെ തോപ്പിക്കാനായിട്ട് ഞാൻ ബെൻസിന്റെ ലേറ്റസ്റ്റ് മോഡൽ മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കടമെടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ നമ്മളോട് തന്നെ ആയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ചുരുക്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എത്ര വയസ്സായിട്ടാണെങ്കിലും ശരി, നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും ഉണ്ടായിട്ട് നല്ലവണ്ണം ജീവിക്കാൻ സാധിക്കും. അതിനായിട്ട് ഇച്ചിരി ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പം എല്ലാവരും സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും സെൽഫ് എസ്റ്റീം ആവശ്യമാണ്. അത് സെൽഫിഷ്നെസ്സും അല്ല, കുശുമ്പും അല്ല, പൈശന്യവും അല്ല, ഒന്നുമല്ല. നല്ല നേർമയായിട്ട് നമ്മളോട് തന്നെ അനലൈസ് ചെയ്തിട്ട് നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്ത് ഉയർച്ചയിലേക്ക് വരാനായിട്ട് നോക്കണം. അങ്ങനെയുള്ളവരെ എല്ലാവരും ആദരിക്കും, ബഹുമാനിക്കും. അപ്പോൾ എല്ലാവരും സെൽഫ് എസ്റ്റീമോടുകൂടിയും സെൽഫ് കോൺഫിഡൻസോടുകൂടിയും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.